നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് പൊതുവെ ശാന്തം. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടരുന്നു. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പണിമുടക്ക് പൊതുവെ ശാന്തമായിരുന്നു. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പണിമുടക്ക് മാളയിൽ പൂർണ്ണമായിരുന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ആശുപത്രി, സ്കൂളുകൾ, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. പണിമുടക്കിൽ നിന്നും പാൽ, പത്രം, ഫയർഫോഴ്സ്, ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. തൊഴിൽ, സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്. പാർലമെന്റ് പാസാക്കിയ 4 പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളെ ഇല്ലാതാക്കുകയും ജോലി സമയം വർദ്ധിപ്പിക്കുകയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകളെ പിഴകളിൽ നിന്ന് സംരക്ഷിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് 4 പുതിയ തൊഴിൽ നിയമങ്ങളെന്നാണ് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ജോലികൾക്ക് പുറം കരാർ കൊടുക്കുന്നത്, കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളും പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മാളയിൽ പ്രകടനവും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. MK ബാബു, VS ഗോപാലകൃഷ്ണൻ, സുഗതൻ മണ്ഡല, സുഖിത് രവി, സാബു പോൾ, KC അപ്പു, സാമ്പൻ, KV ഡേവിസ്, മണി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. AITUC മാള പഞ്ചായത്ത് പ്രസിഡന്റ് AK ബാലൻ അധ്യക്ഷത വഹിച്ചു. സമരം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അംബാനിമാർക്ക് വേണ്ടിയുള്ള നയമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. തൊഴിലാളിയുടെ അവകാശം എന്ന് പറയുന്നത് മെയ് ദിനത്തിൻ്റെ സ്മരണകൾ അയവിറക്കുന്ന സാർവദേശീയ പാശ്ചാത്തലമുണ്ട്. ആ സാർവദേശീയ പശ്ചാത്തലത്തിൽ 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും എന്ന നിലയിൽ 8 മണിക്കൂർ ജോലി അവകാശം അല്ലെങ്കിൽ സമയം ക്ലിപ്തതപ്പെടുത്തി നേടിയെടുക്കുന്നതിനു വേണ്ടി ലോകത്തിലെ തൊഴിലാളി നടത്തിയ ചരിത്രപ്രധാനമായ പോരാട്ടത്തെ തുടർന്നാണ് തൊഴിലാളിയുടെ പരിമിതമായ ജീവിത അവകാശങ്ങളും തൊഴിൽ അവകാശങ്ങളും ലോകത്താദ്യമായി സംരക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. AITUC നേതാക്കളായ PK വിശ്വംഭരൻ, PK സന്തോഷ്, AK ഗംഗാധരൻ, CR രാജീവ്, CITU നേതാക്കളായ നൌഷാദ്, ദേവകി, ബഷീർ തെക്കത്ത്, മനോഹരൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ രവീന്ദ്രനും ജയശ്രീയും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിത്തെറി നടന്നു എന്നാണ് കരുതുന്നത്. അപകടത്തിൽ പൊള്ളലേറ്റ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ ജയശ്രീ കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരിക്കുകയായിരുന്നു. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് സംസ്കാരം നടക്കും. അപകടത്തിൽ പരിക്കേറ്റ രവീന്ദ്രൻ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ 2ഉം പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിൻ്റെ മുൻവശത്തെ ഇരുമ്പ് വാതിലടക്കം തകർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലും ഗ്യാസ് നിറഞ്ഞിരുന്നതിനാൽ മുറികളെല്ലാം തീ പടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ആനമല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം
ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ചാലക്കുടി ഏരിയ സെക്രട്ടറി EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. AITC മണ്ഡലം കമ്മിറ്റി അംഗം പോളി കണിച്ചായി അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, VJ ജോജി, PS സന്തോഷ്, TP ജോണി, KI അജിതൻ, ജിൽ ആന്റണി എന്നിവർ സംസാരിച്ചു. KB ഷബീർ, VP ഷാജഹാൻ, AM ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്കിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിച്ചു. KSRTC അടക്കം ബസ് ഗതാഗതം നിലച്ചു. സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലിറങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. നഗരത്തിൽ പോലീസിന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം AITUC തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ പൊതുപണിമുടക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണാധികാരികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരായി കൊണ്ടുള്ള വലിയ താക്കീതാണ്. ഇങ്ങനെ ഒരു പൊതുപണിമുടക്കിനെ കുറിച്ചുള്ള തീരുമാനമെടുത്തത് ഈ കഴിഞ്ഞ മാർച്ച് മാസം 16-ാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ മഹാ കൺവെൻഷൻ ചേർന്നുകൊണ്ടാണ്. ആ കൺവെൻഷനിൽ നിരവധിയായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശികമായ തൊഴിലാളി സംഘടനകളും അസോസിയേഷനുകളും അധ്യാപക സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും എല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള സഖാക്കളും പ്രവർത്തകരുമൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ജോയിന്റ് സെക്രട്ടറി KA വർഗീസ് അധ്യക്ഷനായി. CITU ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി, AITUC മണ്ഡലം സെക്രട്ടറി PP സുഭാഷ്, NGO യൂണിയൻ ജില്ലാ ട്രഷറർ OP ബിജോയ്, AITUC മണ്ഡലം പ്രസിഡന്റ് KA രാമൻ, KSTA ജില്ലാ കമ്മിറ്റി അംഗം PC സിംല, CITU ഏരിയ വൈസ് പ്രസിഡന്റുമാരായ CA അഷ്റഫ്, PP ശശികല, റസോജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ആളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KC സജയൻ അധ്യക്ഷനായി. TS രാജു, UK പ്രഭാകരൻ, TC അർജുനൻ, KR ജോജോ, KN ബാബു, AT ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടകരയിൽ ടെലകോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM പബീഷ്, CITU നേതാക്കളായ PG വാസുദേവൻ നായർ, MK മോഹനൻ, സന്തോഷ് പാറളം, KD അപ്പച്ചൻ, AK ബാലൻ, അൻവർ സാദിഖ്, KV റിസൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് പൊതുവെ ശാന്തം. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ ജയശ്രീയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.